സൂറത്തുൽ മാഇദയിലെ 35-ാമത്തെ ആയത്താണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുവിൻ. വബ്തഗൂ ഇലൈഹിൽ വസീല, അള്ളാഹുവിലേക്കൊരു വസീലയെ കണ്ടെത്തുവിൻ. വജാഹിദു ഫീ സബീലി, അവൻ്റെ മാർഗത്തിൽ നിങ്ങൾ ജിഹാദ് ചെയ്യുവിൻ. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയിക്കാം. നമ്മൾ പറഞ്ഞിരുന്നു 4 കാര്യങ്ങളാണ് അതിൽ പറഞ്ഞു. 1 ഈമാന്, 2 തഖ്വ, 3 വസീല, 4 ജിഹാദ്. ഈ 4 കാര്യങ്ങളാണ്. അതിൽ ഈമാനാണ് നമ്മൾ തുടങ്ങിയത്. അതിൽ അള്ളാഹുവിനെ കുറിച്ച് ചെറിയ രീതിയിൽ നമ്മൾ പറഞ്ഞു. ഈ പ്രപഞ്ചത്തിന് സിട്ടാവുണ്ടെന്നും ഒരു സിട്ടാവേ ഉള്ളൂ എന്നും ഒക്കെ നമ്മൾ പറഞ്ഞു. ഇനി ഈമാനിൻ്റെ തന്നെ മലക്കുകളിലും കിതാബുകളിലും മുർസലീങ്ങളിലൊക്കെ ഉള്ള കാര്യങ്ങൾ പറയാൻ കിടക്കുകയാണ്. അവിടുത്തെ ദിവസങ്ങളിൽ പറയാം. ഈമാനുമായി ബന്ധപ്പെട്ട് ഒരു ഹദീസാണ് ഇന്ന് സൂചിപ്പിക്കാനുള്ളത്. വളരെ ശ്രദ്ധയോടെ കേൾക്കുക. പിന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നൊരു ഹദീസാണ്. ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മുത്തഫഖുൻ അലൈഹി ആയ ഹദീസാണ്. ഹദീസ് ഇങ്ങനെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഈമാനു ബിദ്ഉ വസബഊന ശുഅബ, ഈമാൻ 70 ചില്ലാനം ശാഖകളാണ്. അപ്പോൾ ഈമാനിനെ ഒരു വൃക്ഷത്തോട് ഉപമിച്ചു. അതിന് കുറേ ചില്ലകളും കൊമ്പുകളൊക്കെ ഉണ്ട്. എന്നിട്ട് 3 എക്സാമ്പിൾ റസൂൽ പറഞ്ഞു. 70 ചില്ലാനമുണ്ട്, 3 എക്സാമ്പിൾ പറഞ്ഞു. 1 ഫഅഫ്ളലുഹ, അതിൽ ഏറ്റവും വലിയത്, ഏറ്റവും ശ്രേഷ്ഠമായത് ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കാണ്. വഅദ്നാഹ, അതിൽ ഏറ്റവും താഴെ കിടക്കുന്നത് ഇമാതത്തുൽ അദാ അനി ത്വരീഖ്, വഴിയിൽ നിന്ന് തടസ്സങ്ങൾ നീക്കം ചെയ്യലാണ്. 3 പറഞ്ഞു വൽ ഹയാഉ ശുഅബത്തു മിനൽ ഈമാൻ, ലജ്ജ ഈമാനിൻ്റെ ഭാഗമാണ്. ഈ ഹദീസ് ഒന്ന് വിശദീകരിക്കുന്നത് ശ്രദ്ധാപൂർവ്വം കേൾക്കണം. എന്താണ് ഈ ഈമാൻ എന്ന് ചോദിച്ചാൽ, ഈമാൻ കേവലം വിശ്വാസമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ ഹദീസ് അത് സ്പഷ്ടമായി പറയുന്നുണ്ട്. കേവലം വിശ്വസിക്കലല്ല ഈമാൻ, വിശ്വാസവും കർമ്മവും സ്വഭാവവും കൂടിച്ചേരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈമാനാകുന്നത്. അതിൻ്റെ 3 ഉദാഹരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞത്. 1 ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് നമ്മൾ വിശ്വസിക്കേണ്ട ഒരു കാര്യമാണല്ലോ, അല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോൾ വിശ്വാസം ഈമാനിൻ്റെ ഭാഗമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇനി ഞാൻ വിശദീകരിക്കുന്നില്ല, സമയക്കുറവുണ്ട്. 2 പിന്നെ വഴിയിൽ നിന്ന് തടസ്സങ്ങൾ നീക്കൽ, അതൊരു പ്രവർത്തനമാണ്. അതൊരു വിശ്വാസം മാത്രമല്ല, വിശ്വസിച്ച ഒരാൾ ചെയ്യേണ്ട പ്രവർത്തനമാണ്. 3 ലജ്ജയെക്കുറിച്ച് പറഞ്ഞു. ലജ്ജ വിശ്വാസിയുടെ ഒരു ഈമാനിൻ്റെ ഒരു ശാഖയാണെന്ന് പറഞ്ഞു. ലജ്ജ എന്നത് കേവലം ഒരു വിശ്വാസമല്ല, ഒരു പ്രവർത്തനവുമല്ല, ഒരു സ്വഭാവവുമാണ്. അപ്പോൾ 3 ഉദാഹരണം ഈ ഹദീസിൽ പറഞ്ഞതിൽ നിന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്, ഈ 3 കാര്യങ്ങൾ കൂടിച്ചേരുമ്പോഴാണ് ഒരാൾ യഥാർത്ഥത്തിൽ ഈ മുഅ്മിനായിത്തീരുന്നത്. അതാണ് ഈമാൻ. എന്തൊക്കെ വേണം? ഒരാൾക്ക് വിശ്വാസം ഉണ്ടാകണം. വിശ്വസിച്ചിങ്ങനെ കുത്തിരുന്നാൽ പോരാ, ആ വിശ്വാസത്തിനനുസരിച്ച് പ്രവർത്തിക്കണം. പ്രവർത്തിച്ചാൽ മാത്രം പോരാ, അയാളുടെ സ്വഭാവം നന്നാവണം. അപ്പോൾ സ്വഭാവം നന്നല്ലെങ്കിൽ അയാൾക്ക് ഈമാൻ പൂർണ്ണമായിട്ടില്ല എന്നർത്ഥം. ഒരാൾ പ്രവർത്തന രംഗത്ത് സജീവമല്ലെങ്കിൽ അയാൾ ഈമാൻ പൂർണ്ണമല്ല എന്നർത്ഥം. ഇവിടെ പ്രവർത്തനത്തിന് പറഞ്ഞ ഉദാഹരണം നോക്കൂ. വഴിയിൽ നിന്ന് തടസ്സങ്ങൾ നീക്കലാണ്. നിസ്കാരം പറയായിരുന്നു, അതൊരു പ്രവർത്തനമാണ്. നോമ്പും ഹജ്ജും ഒക്കെ പറയാമായിരുന്നു, അതൊരു പ്രവർത്തനമാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞ ഉദാഹരണം വഴിയിൽ നിന്ന് തടസ്സങ്ങൾ നീക്കലാണ്. കാരണം നോമ്പും ഹജ്ജും സക്കാത്തും തുടങ്ങിയ ആരാധനാ കർമ്മങ്ങളെ പ്രത്യേകം പറഞ്ഞ് പഠിപ്പിക്കേണ്ടതില്ല. പക്ഷേ മനുഷ്യൻ സമൂഹത്തിൽ ഇറങ്ങുമ്പോൾ സമൂഹത്തിൽ നമ്മൾ ചെയ്തു തീർക്കേണ്ട കുറേ ബാധ്യതകളുണ്ട്. അതിൽ ഏറ്റവും ചെറുതായി കണക്കാക്കുന്ന ഒന്നാണ്, നമ്മൾ നടന്നു പോകും, ഒരു വഴിയിൽ കല്ല് കിടക്കുന്നു, അല്ലെങ്കിൽ ഓലയുടെ മടൽ കിടക്കുന്നു. യഥാർത്ഥത്തിൽ ഈമാനുള്ള മനുഷ്യൻ എന്തെങ്കിലും ആയിക്കോട്ടെ, എൻ്റെ വണ്ടിയെ കണ്ട് കയറാണ്ട് രക്ഷപ്പെട്ടല്ലോ എന്നല്ല ചിന്തിക്കേണ്ടത്. പറ്റുമെങ്കിൽ പിന്നെ വണ്ടി ഒന്ന് സൈഡാക്കിയിട്ട് ആ ഓല മടലും ഒന്ന് എടുത്തു മാറ്റുകയാണെങ്കിൽ അത് ഈമാനിൻ്റെ ഭാഗമാണ്. വഴിയിൽ നിന്ന് തടസ്സങ്ങൾ നീക്കുക. ഒരു വലിയ കല്ലവിടെ കിടക്കുന്നുണ്ട്, രാത്രിയാണ് നമ്മൾ നടന്നു പോകുന്നത്, നമ്മുടെ ചെരുപ്പൊന്ന് ജസ്റ്റ് ഒന്ന് തട്ടി, നമുക്കൊന്നും പറ്റിയില്ല. അത് നമ്മൾ ചിന്തിക്കണം, ഇനി ആരെങ്കിലും ഈ വഴിയിൽ വരുമ്പോൾ അയാളെ കാലിൽ തട്ടിയാലോ? ആ തടസ്സം അവിടെ നിന്ന് നീക്കണം.
അങ്ങനെ ജനങ്ങൾക്ക് ഒരു നിലക്കുമുള്ള ഒരു പ്രയാസം ഉണ്ടാകാൻ പാടില്ല. നമ്മളൊരു വീടുണ്ടാക്കുമ്പോൾ പോലും, ഒരു വീട് വെക്കുമ്പോൾ നമ്മൾ വീടൊക്കെ വെച്ച ശേഷം മതിലിങ്ങനെ വലിയ മതിൽ കെട്ടിയാൽ ശരിയാകൂല. ഞാൻ മതിൽ കെട്ടുന്ന കാരണം ഇയാൾക്കുള്ള ഹെയർ സർക്കുലേഷൻ തടയപ്പെടുന്നുണ്ടോ എന്ന് ആലോചിക്കണം. വായു ഇല്ലേ, വായു എല്ലാവർക്കും അവകാശപ്പെട്ടതല്ലേ. എൻ്റെ കയ്യിൽ കാശുണ്ട്, ഞാൻ വലിയ മതിൽ കെട്ടി, അതുകൊണ്ട് തൊട്ടടുത്ത 5 സെന്റ് കണ്ട് വീട്ടുകാരിലേക്ക് പിന്നെ ഈ കാറ്റ് വരുന്നില്ലെങ്കിൽ അത് ഈമാനിനെതിരാണ്. നിസ്കരിച്ചുകൊണ്ട് മാത്രം കിട്ടുന്ന ഒന്നല്ല ഈമാൻ എന്ന് പറയുന്നത്. എനിക്ക് പിന്നെ 1 ഏക്കർ സ്ഥലത്താണ് ഞാൻ എൻ്റെ വീട് വെച്ചിട്ടുള്ളത്. അത്രയും സ്ഥലം എനിക്കുണ്ട്. തൊട്ടപ്പുറത്തുള്ള ആൾക്ക് 5 സെന്റോ 3 സെന്റോ സ്ഥലമുള്ളൂ എന്ന് വിചാരിക്കുക. എൻ്റെ സെപ്റ്റിക് ടാങ്ക് എവിടെയാണ്? എൻ്റെ വീടല്ലേ. എൻ്റെ വീടിൻ്റെ അറ്റത്ത് ഒരു മൂലക്ക കൊണ്ട് ഞാൻ സ്ഥാപിച്ചു. അത് മറ്റേ 5 സെന്റുകാരൻ്റെ 3 സെന്റുകാരൻ്റെ അവന് മോട്ടർ വെച്ചിട്ടുള്ള ഈ പൈപ്പ് വെച്ചിട്ടുള്ളതിന് തൊട്ടടുത്തായിരിക്കും നിന്റെ സെപ്റ്റിക് ടാങ്ക് ഉണ്ടാകുക. നിന്റെ പറമ്പിൽ തന്നെയാണ്, പക്ഷെ നീ അവനെ ബുദ്ധിമുട്ടിക്കുകയാണ്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും ഇതങ്ങനെ വിശദീകരിക്കുകയാണെങ്കിൽ എത്ര കാര്യങ്ങൾ നമ്മൾ പറയേണ്ടി വരും. അതുകൊണ്ട് ഇത്രയെങ്കിലും മനസ്സിലാക്കുക, നമ്മൾ നല്ല മുഅ്മിനാകണമെങ്കിൽ കേവലം നിസ്കാരമോ നിസ്കാരത്താഴുമ്പോ വലിയ തൊപ്പിയോ തലപ്പാവോ ജുബ്ബയോ ഒന്നുമല്ല. അതിനൊക്കെ അതിൻ്റെ മഹത്വവും അതിൻ്റെ ഷിആറുകളും അതിൻ്റെ പുണ്യങ്ങളൊക്കെ ഉണ്ട്, അത് വേറെ. പക്ഷെ അതൊന്നും അല്ല പ്രധാനപ്പെട്ടത്. നല്ല മനുഷ്യനാകുക എന്നുള്ളതാണ്. നല്ല മനുഷ്യനാകുക എന്നുള്ള. അപ്പൊ മൂന്നാമത് പറഞ്ഞ ഉദാഹരണം എന്താ? ലജ്ജയെ കുറിച്ചാണ്. ലജ്ജ എന്ന് പറഞ്ഞത് കേവലം ഒരു വിശ്വാസമല്ല, ഉള്ളിൽ വെക്കേണ്ട ഒരു സാധനമല്ല. ലജ്ജ ഒരു പ്രവർത്തനമല്ല, ലജ്ജ ഒരാളുടെ സ്വഭാവമാണ്. ലജ്ജ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ അറിയോ? ചില ആളുകൾ വിചാരിച്ചു നാണമാണ് ലജ്ജ എന്ന്. നാണമല്ല ലജ്ജ. നാണം ഒരു നല്ല സ്വഭാവമല്ല. ഒരു നാണം കൂടി ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ നിന്നാൽ ഇന്ന ആൾക്കാർ കാണുന്നുണ്ടോ എന്ന് കരുതിയിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കും. ഇവർക്കൊരു അസ്വസ്ഥത, ഇവൻക്കാകട്ടെ ഇവൾക്കാകട്ടെ. അതല്ല യഥാർത്ഥത്തിൽ ലജ്ജ. തെറ്റ് ചെയ്യാൻ ഉള്ളൊരു മടിയുണ്ടല്ലോ, അതാണ് ലജ്ജ. ഒരു ഹറാമ് ചെയ്യാൻ അയാൾക്ക് കഴിയില്ല, നുണ പറയാൻ അയാൾക്ക് കഴിയുന്നില്ല, അയാൾക്ക് ലജ്ജയുണ്ട്. ലജ്ജയുടെ അടയാളമാണത്. അതിനാണ് ഹയാ എന്ന് പറയുക. അപ്പൊ ഈ ചുരുക്കി പറഞ്ഞാൽ സ്വഭാവം നന്നാകണം. ഞാൻ ചില കാര്യങ്ങളൊന്നും ചുരുക്കി വളരെ ചെറുതാക്കി ഒന്ന് പറഞ്ഞു പോകട്ടെ. നിസ്കരിക്കുന്ന ആളുകൾ ബാപ്പമാരോട് തട്ടിക്കയറുന്ന എത്രയോ ആളുകളുണ്ട്. ആലത്തോരത്തൊന്നും എനിക്കറിയില്ല, പുതിയ ആളായതുകൊണ്ട് പരിചയപ്പെട്ട് വരുന്നുള്ളൂ. ഞാൻ പൊതുവായിട്ടുള്ള വിഷയം പറയാം. നിസ്കരിക്കുന്ന ആളുകൾ സ്വന്തം മാതാപിതാക്കളോട് തട്ടിക്കയറുന്നുവെങ്കിൽ വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ. റസൂലുള്ളാഹി പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. അള്ളാഹുവിനുള്ള ഇബാദത്ത് പറഞ്ഞ ഉടൻ പറഞ്ഞത് വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കളോട് ഏറ്റവും നല്ല നിലക്ക് വർത്തിക്കുന്നവനാകണം. അതൊരു വിശ്വാസിയുടെ ബാധ്യതയാണ്, സ്വഭാവത്തിൽ പെട്ടതാണ് ഇതൊക്കെ. ഇനി മക്കളോട്, മാതാപിതാക്കളോട് മാത്രമല്ലല്ലോ, മക്കളോടൊന്ന് നേരെ ചുവ മുഖത്ത് നോക്കി വർത്താനം പറയാത്ത രക്ഷിതാക്കൾ ആരെങ്കിലും ഉണ്ടോ കൂട്ടത്തിൽ? വലിയ പ്രശ്നമാണ്. നിസ്കരിക്കുന്നവരത് ചിന്തിക്കണം. മക്കൾ എത്ര വലുതായാലും നമ്മളെ മക്കൾ തന്നെയാണ്. അവര് മോനെ എന്നുള്ളൊരു വിളി മക്കൾ പ്രതീക്ഷിക്കുന്നുണ്ടാവും. ഏതെങ്കിലും രക്ഷിതാക്കൾ ആ അർത്ഥത്തിൽ കുട്ടികളെ ഒന്ന് ചേർത്ത് പിടിക്കുന്നവർക്ക് പിന്നാക്കമുണ്ടെങ്കിൽ തിരുത്തണം. എന്നോട് വിഷമം പറഞ്ഞിട്ടുള്ള ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. ഉപ്പാക്ക് ഞങ്ങളൊരു ശ്രദ്ധയില്ല, ഉപ്പ ഞങ്ങളോട് നല്ല വാക്ക് പറയൂല, ഉപ്പ ഞങ്ങളെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കൂല, ഇങ്ങനെ മസിൽ പിടിച്ചു നിന്നാലേ ഉപ്പയാകൂ എന്ന് ധരിച്ച ആളുകളുണ്ട്. മക്കളും മാതാപിതാക്കളും ശരിക്കും എന്തായിരിക്കണം? ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറണം. ഞാൻ സമയക്കുറവുകൊണ്ട് അങ്ങനെ ചുരുക്കി പറയുന്നത്. നോക്കൂ, ഭാര്യമാരോട് മോശമായി പെരുമാറുന്ന എത്രയോ ആളുകൾ. നിസ്കരിക്കുന്ന ആളുകളെ കാര്യം ഞാൻ ഈ പറയുന്നത്. നിസ്കരിക്കുന്ന ഒരു മനുഷ്യന്, അയാൾ ഈമാനുള്ള ഒരു മനുഷ്യന് ഭാര്യമാരോട് മോശമായി പെരുമാറാൻ പാടില്ല, കഴിയുകയില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അക്റമഹുന്ന ഇല്ലാ കരീം. മാന്യന്മാർക്ക് മാത്രമേ ഭാര്യമാരെ മാനിക്കാൻ പറ്റുള്ളൂ. ഭാര്യമാരെ റെസ്പെക്ട് ചെയ്യണം, അവരെ ബഹുമാനിക്കണം വേണ്ടത്. എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് അവർ ചെയ്തു തരുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്തെല്ലാം പണിയുണ്ട് അവർക്ക് വീട്ടിൽ. ഒരു ദിവസം നമ്മളൊന്നും നിന്ന് നോക്കണം, അപ്പൊ അറിയുള്ളൂ. ഒരു കാര്യം ചെയ്യുക, ഇന്ന് ഞാൻ ജോലിക്ക് പോകാം, നിങ്ങൾ ഇന്ന് അടുക്കളയിൽ നിൽക്ക്. അരമണിക്കൂറാകുമ്പോഴേക്ക് വിവരം അറിയും. എന്തെല്ലാം കാര്യങ്ങൾ. 4 കുട്ടികളുണ്ടാവും, 3 കുട്ടീനെ സ്കൂളിൽ വിടണം. അതിൽ ഒരു കുട്ടിയാണെങ്കിൽ പനിച്ച് വിറച്ച് കിടക്കുക, അതിനെ പോയി നോക്കണം. മറ്റേ കുട്ടി തൊട്ടില് കിടക്കുക, ഇടയ്ക്ക് അതൊന്ന് കരയുന്നുണ്ടോ എന്ന് ഓടി ചെല്ലണം, അതിനൊന്ന് പാല് കൊടുക്കണം. ഇങ്ങനെ ഓട്ടത്തിന്റെ ഇടയിൽ അപ്പുറത്ത് അവിടെ ഉണങ്ങാൻ ഡ്രസ്സ് ഇട്ടുണ്ടാവും, മഴ പെയ്താൽ അത് ഓടിപ്പോയി എടുക്കണം.
ഇങ്ങനെ 100 കൂട്ടത്തിന്റെ ഇടയിൽ നമ്മൾ ചാവക്കാട് പോയതും തിരുവനന്തപുരത്ത് പോയതും എറണാകുളത്ത് പോയതൊക്കെ നമുക്ക് വലിയ വിഷയമായിരിക്കും. പെണ്ണ് 24 മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും വീടിന്റെ പറമ്പിന്റെ 4 മൂലയിലേക്ക്, അടുക്കളയിൽ നിന്ന് മറ്റേ റൂമിലേക്ക്, അപ്പുറത്തെ റൂമിലേക്ക് കുട്ടികളെ കാര്യം വീട് നോക്കി നടക്കുന്നൊന്നും നമ്മളെ കണക്കിലുണ്ടാകില്ല. നമുക്ക് നമ്മൾ കിലോമീറ്ററിന്റെ നീളേ ഉണ്ടാകുള്ളൂ. അതുകൊണ്ട് ഭാര്യമാരോട് ആരെങ്കിലും മോശമായി പെരുമാറുന്നവരുണ്ടെങ്കിൽ അള്ളാഹുവിനെ വിചാരിച്ച് നമ്മളത് തിരുത്തണം. മാ അക്റമഹുന്ന ഇല്ലാ കരീം, മാന്യന്മാർക്ക് മാത്രമേ ഭാര്യമാരെ ബഹുമാനിക്കാൻ കഴിയൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ത് പറഞ്ഞാലും അതിന് ആദ്യം എൻ്റെ വീട്ടുകാർ നന്നായിട്ട് വേണ്ടേ എന്ന് പറയുന്ന ഭർത്താക്കന്മാരുണ്ട്. എൻ്റെ ഉമ്മയിപ്പൊക്കെ ആദ്യം നന്നാകണ്ടടി അത്ര മതി. ഇപ്പോൾ അടുത്ത് എന്നോട് ഒരു പെണ്ണ് ഒരു 2 മാസം മുമ്പ് പറഞ്ഞൊരു പരാതി, ഒരുപാട് പരാതികളിൽ ഒരു പരാതി എന്തറിയോ, ഉസ്താദെ ഒന്നും വേണ്ട, ഒരു നല്ല വാക്കെങ്കിലും മൂപ്പര് പറഞ്ഞാൽ മതി. മൂപ്പര് പറയാൻ വായയിൽ വന്ന് വിളിക്കുക പട്ടി, അതിനപ്പുറത്തുള്ള വാക്കൊന്നും എനിക്കിവിടെ പറയാൻ പറ്റില്ല. പട്ടി എന്നുള്ളൊരു ജീവി ആയതുകൊണ്ട് നമുക്കിപ്പോൾ പറയാം. അത് എന്തൊക്കെ അസഭ്യങ്ങളാണ് ഇയാൾ പറയുക. നല്ല നിസ്കാരം ദീനൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ്, എന്തെല്ലാം അസഭ്യങ്ങൾ പറയും. ഇതൊക്കെ പറയുന്നു മാത്രമല്ല അവസാനം പറയുന്നത്, അന്നൊക്കെ നോക്കുന്ന നേരം കൊണ്ട് ഒരു വാഴ വെച്ചിരുന്നെങ്കിൽ അത് കൊലച്ച് പഴയെങ്കിലും എടുക്കായിരുന്നു. ഇതൊക്കെ കേൾക്കുന്ന ഒരു പെണ്ണിന്റെ അവസ്ഥ എന്തായിരിക്കും? മാ അക്റമഹുന്ന ഇല്ലാ കരീം, മാന്യന്മാർക്ക് മാത്രമേ. അപ്പോ സ്ത്രീകളെ ബഹുമാനിക്കുന്നില്ലെങ്കിൽ അയാൾ ആരല്ല? മാന്യനല്ല എന്നർത്ഥം. വമാ അഹാനഹുന്ന ഇല്ലാ ലഈം, നീചന്മാർ മാത്രമേ പെണ്ണിനെ വഷളാക്കുകയുള്ളൂ. പെണ്ണിനെ വഷളാക്കാനൊക്കെ നല്ല സുഖ, കാരണം തിരിച്ചു തല്ലാൻ പറ്റൂലല്ലോ. പെണ്ണിനെ തല്ലുക അല്ലേ? പെണ്ണിനെ തല്ലിയ പിന്നെ പണ്ട് ഒരാൾ തല്ലാൻ പോയ മാതിരി പറയലുണ്ട്, തല്ലാനും കണ്ട് കൈ വാങ്ങി അത്രേ. അപ്പോഴാണ് ഓർമ്മ വന്നത് 4 ആകളാരം മുഖത്ത് കണ്ണിൽ വന്ന്. അപ്പം തൽക്കാലം ഇപ്പം ഞാനൊന്നും ചെയ്യില്ല എന്നിട്ട് പിന്മാറിയിരുന്നു. ഒന്നുമല്ല, ഇവൾക്ക് നല്ല 4 ആകളാരുണ്ട്. ചോദിച്ചാൽ ഓൺ ദ സ്പോട്ട് അവർ തിരിച്ചു ചോദിക്കും. അപ്പോൾ പിന്നെ മക്കളുടെ മനസ്സിൽ നേരെ മറിച്ചു കേട്ടോ, സ്ത്രീകളുടെ കാര്യം മാത്രമല്ല ഭർത്താക്കന്മാരുടെ കാര്യം, മക്കളുടെ മനസ്സിൽ ഭർത്താവിനെ കുറിച്ച് മോശമായിട്ട് നിങ്ങളെപ്പം ഇങ്ങനെ തന്നെ, നിങ്ങളിപ്പോൾ എന്തുപ്പ എന്നൊക്കെ പറഞ്ഞ് നെഗറ്റീവ് മെസ്സേജ് കുട്ടികളുടെ മനസ്സിൽ ഉണ്ടാക്കി കൊടുക്കുന്ന ഉമ്മമാര്, കുട്ടികളുടെ മനസ്സിൽ അതേ നെഗറ്റീവ് ചിന്താഗതി ഉണ്ടാക്കി കൊടുക്കുന്ന വാപ്പാര് ഉമ്മാനെ കുറിച്ച് മോശമായി പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെ മാതാപിതാക്കളോടാകട്ടെ മക്കളോടാകട്ടെ പിന്നെ നമ്മളുമായി ഇടപഴകുന്ന ആരോട്. ഇപ്പൊ ചില ആളുകളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ സ്വഭാവം നന്നായിട്ടില്ലെങ്കിൽ ആൾ മുഅ്മിനല്ല എന്ന് അർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞേ, അത് പറഞ്ഞു നിർത്താം. നമ്മുടെ തുലാസില്ലേ, നന്മ തിന്മ തൂക്കുന്ന തുലാസ് പരലോകത്ത്, അത് നമ്മുടെ അങ്ങനെ കടയിൽ തൂക്കണ തുലാസ് ഒന്നാവില്ല. പണ്ടൊക്കെ നമ്മളെ കാലത്ത് ഇങ്ങനെ തൂക്കണ തുലാസല്ലേ, ഇപ്പൊ അങ്ങനെ വല്ല തുലാസുണ്ടോ? പരലോകത്തെത്തുമ്പോൾ ഏത് തുലാസ് നമുക്ക് അറിയില്ല. ഇതിന്റെ കനം പരിശോധിക്കും. അല്ലാഹു ആലം. നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയുന്ന തുലാസ്. ആ നന്മ തിന്മയുടെ തുലാസിൽ ഏറ്റവും ഭാരമുള്ള അമല് ഏതാണ്? നിസ്കാരമല്ല, നോമ്പല്ല, ഹജ്ജല്ല, സക്കാത്തല്ല, ദിക്റല്ല, സ്വലാത്തല്ല. ഇതിലൊക്കെ പ്രതിഫലമുണ്ട്. പക്ഷെ ഏറ്റവും ഭാരമുള്ള അമൽ ഹുസ്നുൽ ഖുലുഖ്, സൽ സ്വഭാവമാണ്. ചില ആളുകളുടെ സ്വഭാവം ഈച്ചയുടെ സ്വഭാവമായിരിക്കും. ഈച്ചയുടെ സ്വഭാവം ഉണ്ടാകരുതേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കണം എന്നാണ് പണ്ഡിതന്മാരൊക്കെ പഠിപ്പിച്ചത്. ഈച്ചനെ പോലെ ആകരുത്. ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ നല്ല ശരീരമാണ്, കുഴപ്പമൊന്നുമില്ല. ഇവിടെ എവിടെ ഈച്ച വന്നിരിക്കൂല. ഈച്ച എവിടെ ഇരിക്കുക? ചെറിയൊരു മുറിവ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു ചലമോ മറ്റോ എന്നുണ്ടെങ്കിൽ അതുമ വന്നു കുത്തിരിക്കും. അത് ഈച്ച അങ്ങനെയാണ്. ഈച്ച അതേ കാണും. എന്തൊക്കെ എത്ര നല്ല സ്ഥലങ്ങളുണ്ടെങ്കിലും ഈച്ചക്ക് അത് കാണാൻ കഴിയില്ല. ഒരു കാര്യം ആരെങ്കിലും അതിൽ പറഞ്ഞാൽ അതിൻ്റെ ഒരു എന്താ പറയുക 99% വളരെ നല്ല കാര്യവും പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷെ എന്നാലും മൂപ്പര് ആ പറഞ്ഞത് അത് ശരിയായില്ലല്ലോ. ശരിയല്ലായ്ക തന്നെ ആര് പറഞ്ഞാലും ഞാനൊക്കെ ആണെങ്കിൽ അംഗീകരിക്കും. ആര് പറഞ്ഞാലും അംഗീകരിക്കും. ഏത് ചെറിയ കുട്ടി വന്ന് പറഞ്ഞാലും ഉസ്താദ് ആ പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അംഗീകരിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയും, ഞാൻ അംഗീകരിക്കും. ശരികേട് ആര് പറഞ്ഞാലും അംഗീകരിക്കൂല. ശരിയല്ലാത്തൊരു കാര്യം ഒരാൾ പറഞ്ഞാലും ഞാൻ എൻ്റെ ഒരു നിലപാട് ഞാൻ പറഞ്ഞു അങ്ങനെയാണ്. നമ്മളെല്ലാവരും അങ്ങനെ തന്നെ ആവേണ്ടത്. അപ്പൊ ശരികേടിനെ പറയണം. പക്ഷെ അത് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് പറയാ, അത് ഇത്രയും കാര്യങ്ങളുണ്ട്. ഈച്ചയാവും. അങ്ങനെ അതൊന്നും ഇല്ലാതാക്കാൻ നമ്മളെ കൊണ്ടാകൂലട്ടാ. അങ്ങനെ ആളുകളുണ്ടാവും. ഇതൊക്കെ തന്നെയാണ് ദുനിയാവ്. കുറെ ഈച്ചകളും കൊതുകും വണ്ടും സംഗതിയും ഒക്കെ ഉണ്ടാവും. പള്ളിയിൽ വരെ പള്ളിയിലല്ലേ മുനാഫിക്ക് ഉണ്ടാവുള്ളൂ. മുനാഫിക്ക് അവിടെ റോട്ടിൽ പോയി തെരഞ്ഞാൽ മുനാഫിക്കിനെ കണ്ടോളുന്നില്ല. മുനാഫിക്കങ്ങളെ ഏറ്റവും അധികം എവിടെ ഉണ്ടാകുക?
പള്ളിയിലുണ്ടാകുക. റസൂലിന്റെ സദസ്സിലാണ് അബ്ദുല്ലാഹിബ്നു ഉബയ്യിബ്നു സുലൂൽ എന്ന് പറയുന്ന ഏറ്റവും വലിയ മുനാഫിക്ക് ഉണ്ടായിരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലാണ്. അപ്പൊ അങ്ങനൊക്കെ ഉണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ പരിശോധിക്കണം. അപ്പൊ ഞാൻ എന്നെ പരിശോധിക്കണം. നമ്മളടുത്ത് എവിടെയാണ് കുറവ് എന്ന് പറഞ്ഞാൽ ആ പോരായ്മകൾ നമ്മൾ തിരുത്തണം. ഭാര്യമാരോട്, മക്കളോട്, മാതാപിതാക്കളോട് ഒരു കാരണവശാലും മോശമായി പെരുമാറുന്നുണ്ടെങ്കിൽ അയാൾ മുഅ്മിനാകുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞ 3 കാര്യമാണ്. ഈമാൻ എന്ന് പറഞ്ഞാൽ 70 ചില്ലാനും ശാഖകളാണ്. 3 എക്സാമ്പിൾ അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒന്ന് ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് വിശ്വാസമാണ്. വഴിയിൽ നിന്ന് തടസ്സങ്ങൾ നീക്കൽ, അത് പ്രവർത്തനത്തിന്റെ ഉദാഹരണമാണ്. ലജ്ജയെക്കുറിച്ച് പറഞ്ഞ സ്വഭാവത്തിന്റെ ഉദാഹരണമാണ്. അപ്പൊ ഒരാളുടെ വിശ്വാസവും അയാളുടെ പ്രവർത്തനവും അയാളുടെ സ്വഭാവവും 3ഉം ചേർന്നതാണ് യഥാർത്ഥത്തിൽ ഈമാൻ എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.